ഹലോ, അസ്സാം വലൈക്കും. നമ്മൾ അബുദാബിയിൽപ്പെട്ട അലൈനിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കോട്ടയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയുടെ പേര് ജാഹിലി കോട്ട എന്നാണ് അതിന് പറയുക. നമ്മൾ ആ കോട്ടയുടെ മുൻഭാഗത്തേക്ക് വന്നു, നമ്മളതിൻ്റെ അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ കോട്ടനെ പറ്റിയിട്ട് പറയുമ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നതാണ്. അതായത് അലയിൽ വന്നാൽ ആദ്യമായിട്ട് കാണേണ്ട ഒരു കോട്ടയും കൂടിയാണത്. ഒരുപാട് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഏറ്റവും വലിയൊരു കോട്ടയാണ് അലയിലെ ഈ ജാഹിലി കോട്ട. 1891 കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ പൊതു സ്ക്വയർ ഉൾപ്പെടെയുള്ള വലിയ പൊതു സമുച്ചയത്തിൻ്റെ ഭാഗമാണിത്. ചതുരാകൃതിയുള്ള ഈ കോട്ടയ്ക്ക് 115 അടി നീളവും 26 അടി ഉയരവും ഉണ്ട്. മുകളിൽ എംബ്രഷറുകളും ത്രികോണാകൃതിയുള്ള ബാൽക്കണികളും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇതിന് 3 വൃത്താകൃതിയിലുള്ള വാച്ച് ടവറുകളുണ്ട്. അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറൻ മൂലയിൽ ഒരു ചതുരാകൃതിയിലുള്ള ഒരു വാച്ച് ടവറുണ്ട്. ഈ വൃത്താകൃതിയിലുള്ള വാച്ച് ടവറുകൾക്ക് 16 അടി വ്യാസവും 46 അടി ഉയരവുമുണ്ട്. അതുപോലെ തന്നെ ചതുരാകൃതിയിലുള്ള വാച്ച് ടവറുകൾക്ക് യഥാക്രമം 7 മീറ്ററും അതുപോലെ തന്നെ 14 മീറ്റർ ഉയരമുണ്ട്. പ്രതിരോധ ശേഷിയുടെ കാര്യത്തിൽ ചതുരാകൃതിയിലുള്ള ഗോപുരം കൂടുതൽ ശക്തമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതേപോലെ തന്നെ അൽ ജാഹിലി കോട്ടയുടെ മതിലുകൾക്ക് പുറത്ത് ഒരു വലിയ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ളൊരു പള്ളിയുണ്ട്. അത് നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ കാണാം. ആ പള്ളി ആ പഴയ തനിമയോടുകൂടി തന്നെ അതവരവിടെ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അൽ ജാഹിലി കോട്ടയെ കുറിച്ച് പറയുമ്പോൾ 19-ാം നൂറ്റാണ്ടിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ UAE അൽ ജാഹിലി ഒയാസിസിൽ സ്ഥിതി ചെയ്യുന്നൊരു കോട്ടയാണ്. ഈന്തപ്പന കർഷകരുടെ സംരക്ഷണത്തിനായിട്ട് ഷെയ്ഖ് സായിദ് ബിൻ ഖലീഫ അൽ നഹിയാൻ 1891 അൽ ജാഹിലി ഒയാസിസിൽ ഈ കോട്ട നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. 1955 ട്രൂഷൽ ഒമാൻ സ്കൗട്ടുകളുടെ ഒരു താവളമായി ഇത് പ്രവർത്തിച്ചിട്ടുണ്ട്. അതേപോലെ 1971 മുതൽ അലൈനിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണിത്. അപ്പോൾ കർഷകരുടെ സംരക്ഷണത്തിനായിട്ടിത് ഈ ജാഹിലി ഒയാസിന് ചുറ്റും ഈ കോട്ട സ്ഥാപിക്കപ്പെട്ട് 1955 ട്രൂഷൽ ഒമാൻ ലെവീസിൻ്റെ താവളമായി ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. പിന്നീട് 1956 ഇവയെ ട്രൂഷൽ ഒമാൻ സ്കൗട്ട്സ് എന്ന് പുനർനാമകരണം ചെയ്തു എന്നും പറയുന്നു. ഒട്ടക പട്രോളിംഗ് വഴി അലൈനിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലേക്ക് അതുപോലെ തന്നെ വിദൂര ഗ്രാമങ്ങളിലേക്കൊക്കെ പ്രഥമ ശുശ്രൂഷ അടിസ്ഥാന മരുന്നുകൾ, അണുനാശിനികൾ പോലുള്ള വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിനായിട്ട് കോട്ട ഉപയോഗിച്ചിരുന്നു. 1957 കോട്ടയിൽ ഒരു സൈനിക ബാൻഡും രൂപീകരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1905 അലൈനിലേക്കുള്ള തൻ്റെ പര്യടനത്തിൽ പേഴ്സി കോക്സ് അൽ ജാഹിലി മേഖല സന്ദർശിച്ചായിട്ട് റിപ്പോർട്ടുണ്ട്. 1906 സായിദ് ബിൻ ഖലീഫ അൽ നഹിയാൻ്റെ ഭരണകാലത്താണ് കോട്ട നിർമ്മിച്ചതെന്ന് JG ലോറിമർ പരാമർശിച്ചിട്ടുണ്ട്. 1980 മധ്യത്തിൽ അലൈനിലെ പുരാവസ്തു വകുപ്പും മ്യൂസിയവും കോട്ട പുനഃസ്ഥാപിച്ചു. പിന്നീട് 2007 2008 അബുദാബി അതോറിറ്റി ഫോർ കൾച്ചർ ഹെറിറ്റേജ് ഇത് വീണ്ടും പുനഃസ്ഥാപിച്ചു. ഈ സമയത്താണ് സന്ദർശക ഓഫീസ്, ഗിഫ്റ്റ് ഷോപ്പുകൾ, കഫേ, പ്രദർശനങ്ങൾക്കും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കുമായി വിശാലമായ പൊതു സ്ക്വയർ എന്നിവയുൾപ്പെടെ നിരവധി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി. അലൈൻ മേഖലയിലെ ടൂറിസത്തിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും വലിയ പങ്ക് വഹിക്കുന്നതിനായി ഭാവിയിൽ കോട്ട പുനരുദ്ധാരണം ചെയ്യാനും കൂടി പദ്ധതിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പം നമ്മളിങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അവിടെ അവർ പ്രദർശിപ്പിച്ചു വെച്ചിട്ടുള്ള ഇത് മൊത്തം അലൈനിലെ പ്രധാനപ്പെട്ട ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് പഴയ കാലത്തുള്ള അവരുടെ ഒരു അൽ ദാഹിരി ഹൗസ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ധർമ്മക്കി പോലുള്ള പ്രധാനപ്പെട്ട പ്രമുഖരുടെ വീടുകളും അവരുടെ കോട്ടകളും അതിൻ്റെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അൽ മുറബ ഫോർട്ട്, അതുപോലെ തന്നെ പഴയകാല അലൈനിൻ്റെ ഓരോ ചരിത്രങ്ങൾ വിളിച്ചോതുന്ന ഓരോ പിക്ചറുകളും ഇതൊക്കെ ഇവിടെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ എപ്പോഴും നമ്മൾ ചെല്ലുമ്പോൾ കാണാം. വിദേശികളും അങ്ങനെ ഒരുപാട് ആളുകളും അലൈനിലെത്തി കഴിഞ്ഞാൽ ആദ്യം വന്ന് കാണുന്ന ഒരു കോട്ടയും കൂടിയാണ് ഈ ജാഹിലി കോട്ട. എന്ത് കാരണവശാലും അലൈനിലൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ കോട്ട കാണാതെ പോകരുത്. കാരണം അലൈനിൻ്റെ ചരിത്രങ്ങൾ ഒരുപാട്
ഉള്ള സ്ഥലം കൂടിയാണ്. നമുക്ക് ഒരുപാട് കിടന്ന് കാണാനും മനസ്സിലാക്കാനും പഠിക്കാനും അറിയാനും ഒക്കെ സാധിക്കും. അപ്പോൾ ആരും അലൈനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ അലൈനിലുള്ള അലൈൻ ജാഹിലി കോട്ട അവിടെ പോവാതിരിക്കരുത്. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ പഴയ കാലത്തുള്ള അവരുടെ ചരിത്രങ്ങളും ഈ അറബികളുടെ സംസ്കാരങ്ങളും ഒക്കെ അവിടെ എന്തായിരുന്നു അന്നത്തെ അവരുടെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവരുടെ ജീവിത രീതികൾ എന്തായിരുന്നു, അല്ലെങ്കിൽ അവരുടെ സംസ്കാരങ്ങൾ എന്തായിരുന്നു എന്നുള്ളതൊക്കെ അവർ കൃത്യമായിട്ട് അതിന് പറ്റിയ ലൈബ്രറികളും അവിടുന്ന് അതിന് വേണ്ട ഇൻഫർമേഷനുകളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആ കോട്ടയിൽ കയറി ചെന്നാൽ തന്നെ അവരവിടെ നമ്മുടെ അവിടുത്തെ സെക്യൂരിറ്റി വിളിച്ചിട്ട് പറയും ഇവിടെ ഇൻഫർമേഷൻ്റെ ഒരു റൂമുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരുപാട് ബുക്കുകളും ഒക്കെ അവിടെ അറബിയിലും ഇംഗ്ലീഷിലും ഒക്കെ ഉള്ള ഒരുപാട് ബുക്കുകളും അതൊക്കെ നമുക്ക് അവിടെ അവരിവിടെ വെച്ചിട്ടുണ്ട്. വായിക്കണമെങ്കിൽ വായിക്കാൻ പറ്റും മറ്റുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അവിടെ ചെല്ലുന്നവർക്ക് ഇതൊക്കെ ഉണ്ട്. അവരെ വിദേശ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് നിൽക്കുന്ന ഭാഗങ്ങളാണ്. നമ്മൾ അവിടെ നിന്നുകൊണ്ട് കോട്ടയുടെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ കണ്ടതാണത്. അതുപോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗാവയും ഈത്തപ്പഴവും ഒക്കെ അവരോട് തരുന്നുണ്ട് നമുക്ക്. ഇത് ഷെയ്ഖ് സായിദ് ഖലീഫ 1855 1909 ആ കാലഘട്ടത്തിലുള്ള അദ്ദേഹമാണ് ഈ കോട്ട നിർമ്മിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. 1855. അതുപോലെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ എല്ലാ ചരിത്രങ്ങളും അവിടെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ അതവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ ഇനി ഇൻഫർമേഷൻ്റെ ഒരു ഏരിയ തന്നെ ഉണ്ട്. അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്കതൊക്കെ കാണാനും മനസ്സിലാക്കാനൊക്കെ പറ്റും. ആ ബുക്കുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബുക്കുകൾ കണ്ട എല്ലാ ബുക്കുകളൊക്കെ ബുക്ക് ഫോർ സെയിൽ, അത് നമുക്ക് വിലക്ക് വാങ്ങി വാങ്ങാനും സാധിക്കും. എന്നാലും ഷെയ്ഖ് സായിദിനെ കുറിച്ചിട്ടും അവിടുത്തെ ഭരണാധികാരികളെ കുറിച്ചിട്ടും അവരുടെ മുൻ തലമുറയെ കുറിച്ചിട്ടും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇതിൻ്റെ എല്ലാ ചരിത്രങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു നല്ലൊരു ലൈബ്രറിയും കൂടിയാണ് അവിടെ. അതുപോലെ തന്നെ കുറേ കരകൗശല വസ്തുക്കൾ അവരുടെ തനതായ രീതിയിലുള്ള അവരുടെ പാരമ്പര്യമായിട്ടുള്ള രീതിയിലുള്ള കുറേ സംഗതികൾ അവരുടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് നല്ലൊരു അറിവും പിന്നെ നല്ലൊരു എന്താ പറയുക ഒരു ടൂറിസ്റ്റ് ഏരിയ, ഒപ്പം അലൈൻ അബുദാബിയുടെ ഒക്കെ ആ പഴയ കാലത്തെ ആ രാജാക്കന്മാരുടെ ആ കൊട്ടാരവും അവരുടെ ജീവിത രീതികളും അവരെങ്ങനെയൊക്കെയായിരുന്നു ഇവിടെ ജീവിച്ചിരുന്നു അവരുടെ പഴയ തലമുറകൾ എന്നുള്ളതൊക്കെയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ ഈ മേലൊക്കെ സീലിങ്ങൊക്കെ ഈ ഈന്തപ്പനയുടെ മരത്തിൻ്റേതാണെന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് നല്ല ചൂടായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒരു പ്രത്യേകതരം കൂളിങ്, ഒരു നല്ലൊരു കാലാവസ്ഥ നമുക്കവിടെ കിട്ടുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ ഈന്തമരത്തിൻ്റെ ഇതുകൊണ്ടാണ് മേലെ സീലിങ്ങിലൊക്കെ അവരിത് വെച്ചിട്ടുള്ളത്, അതുകൊണ്ടായിരിക്കും തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ഓരോ ടവറുകളൊക്കെ കാണുന്നില്ലേ, അതിൻ്റെ മേലെ വലിയ വലിയ ഹോളുകൾ ഇട്ടിട്ടുണ്ട്. ആ ഹോളുകളെന്ന് പറഞ്ഞാൽ അതെനിക്ക് തോന്നുന്നത് വല്ല അക്രമങ്ങൾ വല്ല യുദ്ധം അതുപോലെയുള്ള ശത്രുക്കളുടെ ഇതൊക്കെ വരുമ്പോൾ അതിന് നേരിടാൻ വേണ്ടിയിട്ട് തോക്ക് ഗണ്ണൊക്കെ വെച്ചിട്ട് ഇതാക്കാനുള്ള ഹോളാന്ന് തുടങ്ങുണ്ടായി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ മേലെ കാണുന്ന ഈന്ത മരത്തിൻ്റെ ഇതുകൊണ്ടാണ് ഈ മേലെ ഭാഗം സീലിംഗ് അവർ ചെയ്തിട്ടുള്ളത്. പഴയകാലത്തെ റാന്തലുകൾ വെളിച്ചം ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഇടനാഴിയിൽ കൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ചെറിയൊരു കൂളിംഗ് അവിടെ നമുക്ക് ഫീൽ ചെയ്യും. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അവിടുത്തെ ആ വരാന്തയിൽ നിന്നിട്ട് പുറത്ത് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സൈറ്റാണ്. അതുകൊണ്ട് എത്ര മനോഹരമായിട്ടാണ് ആ കോട്ടയുടെ ഓരോ ഭാഗങ്ങളും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കടന്നു പോവുകയാണ്. അവിടെ കുറേ വളരെ മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്ങുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നല്ല രീതിയിൽ വളരെ ആകർഷകമായ രീതിയിലാണ് അതൊക്കെ അവിടെ അവർ വരച്ച് വെച്ചിട്ടുള്ളതും പ്രദർശിപ്പിച്ചിട്ടുള്ളതൊക്കെ. അത്ര കണ്ട നല്ല നല്ല രീതിയിലുള്ള പിക്ചറുകളാണ്, ഓരോ കലാരൂപങ്ങൾ ഒക്കെ അവിടെ. അത് അതിൻ്റെ എന്താണ് എന്നുള്ളതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഒരു ഇത് അതിൻ്റെ ഒരു ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നതാണ് എന്നുള്ള രീതിയിലുള്ള ഓരോ പിക്ചറുകളും. അങ്ങനെ നമുക്കവിടെ പോയി കഴിഞ്ഞാൽ ആ മാക്സിമം നമ്മൾ എത്ര മണിക്കൂർ അവിടെ നിന്നാൽ പോലും നമുക്കത് അത്രയും വേഗത്തിലാണത് നമുക്ക് പോവുക. ഇത് ഓരോ അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ചെറിയ ഒരു ഇതുപോലത്തെ കാണുന്നില്ല, എന്താണെന്ന് മുഴുവൻ മനസ്സിലാവുന്നില്ല. ചെറിയൊരു ഒരാൾക്ക് കുനിഞ്ഞിട്ടേ അങ്ങോട്ട് കിടക്കാൻ പറ്റുള്ളൂ, അതുപോലത്തെ റൂമുകളും ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അത് ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിലത്തൊക്കെ നമുക്കത് കൃത്യമായിട്ട് എന്താണെന്നുള്ള അറിയില്ല. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ കുറേ കലാരൂപങ്ങൾ വരച്ചതും ഒക്കെ ആയിട്ടുള്ള കുറേ പിക്ചറുകൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ഷോ കേസിൽ അല്ലെങ്കിൽ അവിടെ കണ്ട വളരെ
അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവും, കലാരൂപങ്ങൾക്ക് അതിൻ്റേതായൊരു മീനിങ് ഉണ്ടാവും, നമുക്കത് അറിയില്ല എന്താണെന്നുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്ങുകളാണ് അതൊക്കെ. അത് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്കത് വളരെയധികം ഇഷ്ടപ്പെടും. രൂപത്തിലാണ് അതൊക്കെ അവരവിടെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുള്ളത്. അങ്ങനെ കണ്ടില്ലേ, ഇതൊക്കെ ചിലപ്പോൾ വല്ല ലൈറ്റോ കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ ആയിരിക്കും ഈ ഒരു ചെറിയ ഇത് കാണുന്നത്. ഈ ഭിത്തിയിലൊക്കെ മേലത്തെ ഭാഗമാണ് ഏറ്റവും അട്രാക്ഷൻ. ഈ ഈന്തമരത്തിൻ്റെ ആ സാധനം കൊണ്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. വീണ്ടും നമ്മൾ നല്ലൊരു കലാരൂപം കണ്ടില്ലേ, അത്രയും മനോഹരമായിട്ടാണത് അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഓരോ പിക്ചറുകളും ഒരുപാട് കൂടുതൽ ആർട്ടിസ്റ്റുകൾക്കാണ് അതിൻ്റെ കൂടുതൽ വരയ്ക്കാൻ കഴിവുള്ളവർക്കാണ് അത് കൂടുതൽ അതിൻ്റെ അത് മനസ്സിലാവുള്ളത്. ഇത് ഒരു ഒട്ടകത്തിൻ്റെ പിക്ചറാണത്. അതുപോലെ തന്നെ ഏതോ അവരുടെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അങ്ങനത്തെ ഒരു പിക്ചർ കണ്ടു. അപ്പോൾ നമ്മൾ പിക്ചറിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതുപോലെ വളരെ എന്താ പറയുക, നല്ല മനോഹരമായിട്ടുള്ള കലാവിരുന്നുകളാണ് അവരവിടെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. അതൊക്കെ കണ്ട് അത് വരച്ച ആളുടെ ഇതൊക്കെ നമ്മളവിടെ വരച്ച ആളുടെ പേരും അതിൻ്റെ ഇതെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഈ റൂമിൽ നിന്ന് അങ്ങോട്ട് നമ്മൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വരാന്തയാണ്, അതിൽ കൂടെ നമ്മൾ നടന്നു പോവുകയാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതിൻ്റെ രണ്ടാം ഭാഗം പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം.